ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC ഇലക്ട്രീഷ്യൻ എക്സാം നവംബർ 25 ആണ്. സോ അതിൻ്റെ ബേസ് നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 70 ഡേ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ദിസ് വീക്ക് നമുക്ക് പഠിക്കാനുള്ള മൊഡ്യൂൾ 4 ആണ്. അതിൻ്റെ എക്സാം വന്നിട്ട് സൺഡേ ആണ് വരുന്നത്. അപ്പോൾ എല്ലാവരും കറക്റ്റ് പഠിക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നവർക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, നമ്മൾ ഓരോ ആഴ്ച പഠിക്കാനുള്ള പോർഷൻസിൻ്റെ തിയറി ക്ലാസ്സസ് അയക്കും. നോട്ട്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളത് പഠിച്ചിട്ട് നിങ്ങളുടെ എക്സാം സൺഡേ നിങ്ങൾ ലൈവായിട്ടുള്ള എക്സാമാണ്. അൺഅക്കാഡമിയിലാണ് ലൈവായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അൺഅക്കാഡമിയിൽ നമ്മൾ ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. ഇന്ന് രാവിലെ 10:30 ഒരു ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം 7 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെയും അതുപോലെ തന്നെ ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. വളരെ യൂസ്ഫുൾ സെക്ഷനാണ്. ഓക്കെ, നമ്മുടെ അൺഅക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് ഡോസ് ഡീറ്റെയിൽസ് നോക്കാം. പ്രയാണം 75 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ റിസർച്ച് ഓഫീസർ എക്സാം 13 സെപ്റ്റംബറിലാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾക്ക് ജോയിൻ ആവാം. ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്നവർക്കും 10% ഓഫ് ഉണ്ട്. ഓക്കെ, ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ 60 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LDC 10th ലെവൽ 15 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ഓക്കെ, ഇതിലും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ഓരോ സബ്ജക്റ്റിനും ഓരോ എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ബാച്ചാണ്, ആരംഭം. ഓക്കെ, ഇനി പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ആവാം. 200 ഡേയുടെ ഒരു ഫൗണ്ടേഷൻ ബാച്ചാണ്. എല്ലാ കേരള PSC എക്സാം 10th ലെവൽ ആൻഡ് എബോ. ഓക്കെ, ഒരു ബിഗിനേഴ്സിൻ്റെ ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ജോയിൻ ആവാം. ഓക്കെ, അതുപോലെ 9th സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും 2nd സെപ്റ്റംബറിലും 12th ഓഗസ്റ്റും സ്റ്റാർട്ട് ചെയ്ത ബാച്ചും കറൻ്റ്ലി റണ്ണിങ് ആണ്. ഓക്കെ, അൾട്ടിമേറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസും ഉണ്ട്. ഡിഗ്രി LDC ആണെങ്കിൽ 2 PM 19th to 26th സെപ്റ്റംബർ വരെയാണ് എക്സാം വരുന്നത്. ഓക്കെ, അതുപോലെ ഓൾ ഫ്രൈഡേ 10 രാത്രി 10 മണിക്ക് കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിൽ ഏത് ബാച്ചിൽ ജോയിൻ ആവാൻ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടും. ഓരോ മന്ത്ലി ഫീസ് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോഴുള്ളൊരു ഓഫറാണ്. ഈ ഒരു ഓഫർ ഇന്നും കൂടെ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ, സേവ് 9% പ്ലസ് 10% ഓൺലി ഫോർ 12-month അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ 12 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു ഓഫർ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ എല്ലാ ഓഫറും കൂടെ എല്ലാം ഫീസും കൂടെ വന്ന് നമുക്ക് 7,650 വരുന്നുള്ളൂ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ എൻഡ് ലീഡ് ഓഫ് ദി കോയിൽ 1 ഈസ് കണക്റ്റഡ് ടു ദ ബിഗിനിങ് ഓഫ് എ കോയിൽ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഈക്വൽ ടു 1 pole pitch ഈസ് കോൾഡ് ദ എൻഡ് ലീഡ് ഓഫ് ദി കോയിൽ 1ൻ്റെ എൻഡ് ലീഡ് എന്ന് പറയുന്നത് കണക്റ്റഡ് ടു നമ്മുടെ കോയിലിൻ്റെ ബിഗിനിങ് ആണ്. ഒരു ഡിസ്റ്റൻസ് ഏകദേശം ഒരു 1 pole pitch ആണ് അതിൻ്റെ ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 pole pitch. അത് ഏത് വൈൻഡിങ് ആയിരിക്കും? സിംപ്ലക്സ് ആണോ, സിമ്പിൾ ലാപ്പ് വൈൻഡിങ് ആണോ, സിമ്പിൾ വേവ് വൈൻഡിങ് ആണോ, ഡ്യൂപ്ലെക്സ് ലാപ്പ് വൈൻഡിങ് ആണോ, ഡ്യൂപ്ലെക്സ് വേവ് വൈൻഡിങ് ആണോ? ഏതായിരിക്കും വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, സിമ്പിൾ വേവ് വൈൻഡിങ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 മെത്തേഡ്സ് ബൈ വിച്ച് പൊളാരിറ്റി ഓഫ് ദി ഫീൽഡ് ഓഫ് എ വൈൻഡിങ് ക്യാൻ ബി ചെക്ക്ഡ്? ഓക്കെ, പൊളാരിറ്റി ഓഫ് ദി ഫീൽഡ് ഓഫ് എ വൈൻഡിങ് ക്യാൻ ബി ചെക്ക് ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡ്സ് എന്തൊക്കെയാണ്? ബൈ ഇൻറ്റേർണൽ ഗ്രൗളർ ആൻഡ് എക്സ്റ്റേണൽ ഗ്രൗളർ ആണോ, മാഗ്നറ്റിക് കോമ്പസ് ആൻഡ് സെർച്ച് കോയിൽ ആണോ, മാഗ്നറ്റിക് കോമ്പസ് ആൻഡ് ഇൻറ്റേർണൽ ഗ്രൗളർ ആണോ, സെർച്ച് കോയിൽ ആൻഡ് എക്സ്റ്റേണൽ ഗ്രൗളർ ആണോ? ഏതായിരിക്കും വരുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2 മെത്തേഡ്സ് വിച്ച് പൊളാരിറ്റി ഓഫ് ഫീൽഡ് പോൾസ് ഓഫ് എ വൈൻഡിങ് ചെക്ക് ചെയ്യുന്നത് ബൈ മാഗ്നറ്റിക് കോമ്പസ് ആൻഡ് സെർച്ച് കോയിലാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ ഇലക്ട്രിക്കൽ ഡിഗ്രി ഓഫ് എ 4 pole വൈൻഡിങ് മെഷീൻ. 4 pole വൈൻഡിങ് മെഷീനാണ്. അപ്പോൾ എത്രയായിരിക്കും ടോട്ടൽ ഇലക്ട്രിക്കൽ ഡിഗ്രി? 4 pole ആകുമ്പോൾ എത്രയായിരിക്കും? ഇറ്റ് ഇസ് 720 ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈച്ച് പോൾ കണ്ടെയ്ൻ എത്രയാണ്? 180 ഡിഗ്രി ഇലക്ട്രിക്കൽ ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എത്ര പോളാണ്? ഓരോ പോൾ ഈച്ച് പോൾ കണ്ടെയ്ൻ 180 ഡിഗ്രിയാണ്. ഇപ്പോൾ 4 pole തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 180 × 4, അങ്ങനെയാണ് 720 വരുന്നത്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി എക്സ്പാൻഷൻ ഓഫ് ECC? ECCയുടെ എക്സ്പാൻഷൻ എന്താണ്? എർത്ത് കണ്ടക്ടർ കണ്ടിന്യൂറ്റി ആണോ, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ആണോ, എർത്ത് ക്യാരിയിങ് കണ്ടക്ടർ ആണോ, എർത്ത് കണ്ടിന്യൂറ്റി കേബിൾ ആണോ? ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലാമ്പ് ഹോൾഡർ ഈസ് യൂസ്ഡ് ഫോർ ദി ലാമ്പ് എബോ 300 വോൾട്ട്? ഓക്കെ, 300 വാട്ട്, എബോ 300 വാട്ടിൽ ഏത് ടൈപ്പ് ഓഫ് ലാമ്പ് ഹോൾഡറാണ് യൂസ് ചെയ്യുന്നത്? എഡിസൺ സ്ക്രൂ ഹോൾഡർ ആണോ, ഗോലിയാത്ത് സ്ക്രൂ ഹോൾഡർ ആണോ, ആംഗിൾ ഹോൾഡർ ആണോ, ബ്രാക്കറ്റ് ഹോൾഡർ ആണോ? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ഗോലിയാത്ത് സ്ക്രൂ ഹോൾഡർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ മാക്സിമം സേഫ് ടെമ്പറേച്ചർ ഫോർ ക്ലാസ് F ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ക്ലാസ് F ആണെങ്കിൽ ഏതാണ്? ഇറ്റ് ഈസ് 155 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഈ സർക്യൂട്ട് ബ്രേക്കർ നോർമലി ഓപ്പറേറ്റ്സ് എപ്പോഴായിരിക്കും? വെൻ ദ പവർ ഈസ് ടു ബി സപ്ലൈഡ് ആണോ, വെൻ ദ ലൈൻ ഈസ് ടു ബി ടെസ്റ്റഡ് ആണോ, വെൻ ദ സ്വിച്ച് ഈസ് ടു ബി പുട്ട് ഓൺ ആണോ, വെൻ അവർ ഫോൾട്ട് ഒക്കേഴ്സ് ഓൺ ദ ലൈൻ ആണോ?
ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. ഈ സർക്യൂട്ട് ബ്രേക്കർ നോർമലി ഓപ്പറേറ്റ്സ് വെൻ അവർ ഫോൾട്ട് ഒക്കർ ഇൻ ദ ലൈൻ ആയിരിക്കും. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സർക്യൂട്ട് ബ്രേക്കർ ദ കറണ്ട് ദാറ്റ് എക്സിറ്റ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് കോണ്ടാക്ട് സെപ്പറേഷൻ ഈസ് കോൾഡ് ദ ഡാഷ് കറണ്ട്. ഏത് കറണ്ട് ആയിരിക്കും? ഇൻ സർക്യൂട്ട് ബ്രേക്കർ ദ കറണ്ട് ദാറ്റ് എക്സിറ്റ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് കോണ്ടാക്ട് സെപ്പറേഷൻ ഈസ് കോൾഡ് റീസ്ട്രൈക്കിംഗ് ആണോ, ബ്രേക്കിംഗ് കറണ്ട് ആണോ, ആർക്കാണോ, റിക്കവറി കറണ്ട് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ബ്രേക്കിംഗ് കറണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് ജനറലി യൂസ്ഡ് ഇൻ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ? റെയിൽവേ ഇലക്ട്രിഫിക്കേഷനിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറാണ് റെയിൽവേ ഇലക്ട്രിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോ പ്രീവിയസ് കാലിബ്രേഷൻ ഓർ കമ്പാരിസൺ ഈസ് നെസസറി ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഈ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നമുക്ക് പ്രീവിയസ് കാലിബ്രേഷൻ ആവശ്യമില്ല, കമ്പാരിസൺ ഒന്നും ആവശ്യമില്ല. ഇത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്, സെക്കൻഡറി ആണ്. ഇറ്റ് ഇസ് അബ്സൊല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. ഓപ്ഷൻ ബി അബ്സൊല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ടോങ് ടെസ്റ്റ്. ടോങ് ടെസ്റ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, സെയിം പ്രിൻസിപ്പിൾ ഓഫ് ഡി സി മോട്ടർ. ഇറ്റ് ഇസ് ഓപ്ഷൻ ബി മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പാൻഷൻ ഓഫ് ഡി എസ് ഒ. ഡി എസ് ഒയുടെ ഫുൾ ഫോം എന്താണ്? ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ആണോ, ഡുവൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ആണോ, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലേറ്റർ ആണോ, ഡുവൽ സ്റ്റോറേജ് ഓസിലേറ്റർ ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്, ഡുവൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. ഡുവൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി എഫക്ട് ഓഫ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഈ ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട് ഒക്കേഴ്സ്? ഇലക്ട്രോളിക് കപ്പാസിറ്ററിൻ്റെ എഫക്ട് എന്താണ് ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട് വരുമ്പം? ഇറ്റ് വിൽ നോട്ട് ഫങ്ഷൻ, ഇറ്റ് വിൽ ബേസ്റ്റ് അറ്റ് വൺസ്, ഇറ്റ് വിൽ ബിക്കം ലീക്കി, ഇറ്റ് വിൽ ഫങ്ഷൻ നോർമലി. ഓക്കെ, ഇതാണ് വരുന്നത്. ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്, ഇറ്റ് വിൽ നോട്ട് ഫങ്ഷൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? താഴെ തന്നിരിക്കുന്ന പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ, എയർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ഇൻഡക്റ്റൻസ് ഇഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടേൺ ഇൻക്രീസ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടേൺസ് കൂടുകയാണെങ്കിൽ ഇൻഡക്റ്റൻസിൻ്റെ എഫക്ട് എന്തായിരിക്കും? ഇൻക്രീസ് ആണോ, ഡിക്രീസ് ആണോ, സീറോ ആണോ, റിമെയിൻ സെയിം ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ഇൻക്രീസസ് ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോട്ടർ വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് യൂണിഫോം ടോർക്ക് ഫ്രം സ്റ്റാൻഡ് സ്റ്റിൽ ടു സിംഗണസ് സ്പീഡ്. ഏത് മോട്ടർ ആയിരിക്കും യൂണിഫോം ടോർക്ക് ഫ്രം സ്റ്റാൻഡ് സ്റ്റിൽ ടു സിംഗണസ് സ്പീഡ്? ഏത് മോട്ടറാണ്? ഇറ്റ് ഇസ് ഹിസ്റ്റെറിസിസ് മോട്ടറാണ്, ഹിസ്റ്റെറിസിസ് മോട്ടർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ റോട്ടർ ഓഫ് സ്റ്റെപ്പർ മോട്ടർ ഹാസ്. സ്റ്റെപ്പർ മോട്ടറിൻ്റെ റോട്ടറിൽ എന്തുണ്ട്? ഹാസ് നോ വൈൻഡിങ്സ്, നോ കമ്മ്യൂട്ടേറ്റർ, നോ ബ്രഷസ്, ഓൾ ഓഫ് ദി എബോയാണ് വരുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റെപ്പർ മോട്ടർ ആർ വൈഡ്ലി യൂസ്ഡ് ബിക്കോസ് ഓഫ്. സ്റ്റെപ്പർ മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഹാസ് കോമ്പാറ്റബിലിറ്റി വിത്ത് ഡിജിറ്റൽ സിസ്റ്റം. ഓക്കെ, കോമ്പാറ്റബിലിറ്റി വിത്ത് ഡിജിറ്റൽ സിസ്റ്റം, അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പർ മോട്ടേഴ്സ് വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ്. ദ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ആണ്, അല്ലേ? രണ്ട് മാഗ്നറ്റിക് പോൾസിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ആയിരിക്കും. 20ാമത്തെ ക്വസ്റ്റ്യൻ, പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ മീൻസ്. ഒരു മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ദ കണ്ടക്ടിവിറ്റി ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഫോർ ദി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഓക്കെ, കണ്ടക്ടിവിറ്റി ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഫോർ ദി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ പഠിക്കുക. ഈ 20 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ രാവിലെ 10:30 ക്ലാസ്സും രാത്രി 7 മണിക്കുള്ള ക്ലാസ്സിനും വരാൻ നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, താങ്ക് യു.